100 days ഓഫ് കസ്റ്റമർ സൈക്കോളജി ഡേ 2. 95% ഓഫ് പർച്ചേസും നടക്കുന്നത് ഒരു ഇമോഷൻസ് ഡ്രൈവ് ചെയ്തുകൊണ്ടാണ്. ജോയ്, ട്രസ്റ്റ്, ഫിയർ, പവർ, ഇങ്ങനെ ഡിഫറെന്റ് ഇമോഷൻസ് ഉണ്ട്. നമ്മൾ കൊറോണ സമയത്ത് സാനിറ്റൈസർ വാങ്ങിയതും മാസ്ക് വാങ്ങിയതും, നമ്മൾ ഒരു ഹാപ്പി മൊമെന്റിൽ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മളെ ഭാര്യക്കോ ഗേൾഫ്രണ്ടിനോ ഒക്കെ ഗിഫ്റ്റ് വാങ്ങുന്നതും, ഏത് പർച്ചേസ് എടുത്തു പോയി കഴിഞ്ഞാലും 95%ലും അതിലൊരു ഇമോഷൻ ആയിരിക്കും അത് ആ ഒരു ഡിസിഷൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെ നമുക്ക് ഇത്തരം ഇമോഷൻസിനെ ടാപ്പ് ചെയ്യാം? ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് നടത്തുക എന്നുള്ളതാണ്. ഓരോ പ്രൊഡക്റ്റിനും ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടാവും. അങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ ഒരു സ്റ്റോറി അവിടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അതിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ടാവും. ഇപ്പൊ ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ്കാറ്റ് എന്നുള്ള കിറ്റ്കാറ്റിന്റെ ടാഗ് ലൈൻ ആണെങ്കിലും, ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ള ക്യാപ്ഷനിലാണെങ്കിലും, ഗിവ് യു വിങ്സ് റെഡ് ബുൾസിന്റെ ക്യാപ്ഷൻ, പിന്നെ ബിക്കോസ് യു ആർ വർത്ത് ഇറ്റ് ലോറിയലിന്റെ ക്യാപ്ഷൻ, ഇങ്ങനെ ഓരോന്നിലും എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു സ്റ്റോറി ടെല്ലിങ്ങും ഇമോഷനും നമുക്ക് ഫീൽ ചെയ്യും. ഒരു പവർ, അതേപോലെ എനർജി, ജോയ്, ലവ്, ഇങ്ങനെ ഡിഫറെന്റ് ഇമോഷൻസ് കാണാൻ പറ്റും. ഇമോഷൻ ആണ് യഥാർത്ഥത്തിൽ സാധനങ്ങൾ വിൽക്കുന്നത്. സ്റ്റോറീസ് ആണ് എപ്പോഴും വിജയിക്കുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റിംഗിലേക്ക് കടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴോ നമ്മുടെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇമോഷൻസിനെ കണ്ടെത്തുക, ആ ഇമോഷൻസ് ടാപ്പ് ചെയ്യാനുള്ള സ്റ്റോറീസ് കണ്ടെത്തുക. അപ്പൊ നമുക്ക് കൂടുതൽ കസ്റ്റമർ സൈക്കോളജി വീഡിയോസ് കാണാം. ഡേ 3 നമുക്ക് വീണ്ടും കാണാം. അപ്പൊ കസ്റ്റമർ സൈക്കോളജി ഡേ 3 നമുക്ക് വീണ്ടും കാണാം.